ഞാനെന്ന് പറയുന്ന ഒരു സൃഷ്ടി ഉണ്ടാകണം എന്നത് അല്ലാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. ഞാനെന്ന സൃഷ്ടി എന്തെല്ലാം പ്രവർത്തിക്കണമോ അതും അല്ലാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. അത് അല്ലാഹു ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതുമായി അല്ലാഹുവിന്റെ മശിയത്ത് വന്നു ചേർന്നതാണ്. അങ്ങനെ അല്ലാഹു ഈജാദ് ചെയ്ത് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിയാക്കി വിട്ടതാണ്. ഇനി എനിക്ക് എന്തെല്ലാം ഞാൻ ചെയ്യുമെന്ന് അല്ലാഹു അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനായി തന്നെ ചെയ്തിട്ട് വേണം എന്റെ ഭാഗധേയത്തിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ട് നസ്തജിഹുൽ അമൽ, ഈ പറഞ്ഞത് വിശ്വസിക്കുകയും അമലിലേക്ക്, കർമ്മങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് നാം നിരതരായി തിരിയുകയും ചെയ്യുക. വലാ നുനാഖിഷ് വലാ നതനാഖിഷു ഫിൽ ഖളാഇ വൽ ഖദർ കൈഫ്. അവിടെ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ചിലപ്പോൾ പിശാച് കൊണ്ടിട്ട് തരും. അവിടെ അതിലേക്ക് നമ്മൾ വല്ലാതെ തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട. വലിമാത, എങ്ങനെ, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. വകൈഫ യുഹാസിബു അലാ ഷൈഇൻ ഖദ് ഖദ്ദറ, അല്ലാഹു കണക്കാക്കിയതല്ലേ, പിന്നെന്തിനാണ് ഹിസാബ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് അവന്റെ ഇൽമിന്റെ പൂർണ്ണത കൊണ്ടാണ്. അല്ലാഹു ഹിസാബ് നടത്തുന്നത് മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളെ തന്നെയാണ്. മനുഷ്യൻ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലാഹു നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടുള്ളതല്ല, അല്ലാഹു അവന് കൊടുത്തിട്ടുള്ള സ്വതന്ത്രമായ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്വതന്ത്രമായ കഴിവ് അവന് കൊടുത്തിട്ട് അവൻ എന്ത് തെരഞ്ഞെടുക്കും, എന്ത് പ്രവർത്തിക്കും, അത് അല്ലാഹു നോക്കിക്കാണുകയാണ്. അള്ളാഹു അത് നോക്കിക്കാണുന്നതിന് മുമ്പ്, അവൻ സൃഷ്ടിയാകുന്നതിന് മുമ്പ്, സൃഷ്ടിജാലങ്ങൾ അല്ലാഹു പടക്കുന്നതിന് മുമ്പ് അത് അള്ളാന്റെ ഇൽമിലുണ്ട്. അത് അള്ളാന്റെ ഇൽമിന്റെ പൂർണ്ണത. അവൻ എന്തൊക്കെ ചെയ്യും അതല്ല അറിയും. അത് അള്ളാന്റെ ഇൽമിലുണ്ട്. അള്ളാന്റെ ഇൽമിന്റെ പൂർണ്ണത അനാദിയാണ്. അപ്പൊ അല്ലാഹു എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണക്കാക്കി. ഇല ആഖിറിൽ ഹദയാനാതി വഇളാഅത്തിൽ ഔഖാതി വൽഇസ്റാൽ അലല്ലാഹി അസ്സ വജൽ. എങ്ങനെ, എന്തുകൊണ്ട് പോലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള അനാവശ്യമായ ഇത്തരം ചോദ്യങ്ങളോ അള്ളാഹുവിന്റെ ജമ്പിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളോ ഒഴിവാക്കി അമലിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അൽ വാജിബു അലൈക ഫിഅലു ത്വആത്ത്. അതുകൊണ്ടൊരു മനുഷ്യൻ ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നുള്ള പറഞ്ഞു തന്നാൽ പിന്നീട് ത്വആത്തുകൾ ചെയ്യാനും എന്നാൽ മഅസിയത്തുകൾ, തെറ്റുകുറ്റങ്ങൾ ഉപേക്ഷിക്കുവാനും വേണ്ടിയിട്ട് അവൻ മുന്നോട്ട് വരണം. അതാണ് അവന്റെ കടമ. ഫലൈസ ശഅനുൽ അബ്ദി അത്തഫ്തീഷു ഫീ സിർരില്ലാഹി അസ്സ വജൽ. ഒരിക്കലും ഒരു അടിമയുടെ ജോലിയിൽപ്പെട്ടതല്ല അള്ളാഹുവിന്റെ സ്വകാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത്. വമുഖാസമത്തുർ റബ്ബി ജല്ല വഅല, അള്ളാഹുവിനോട് തർക്കിക്കാൻ മുതിരുക എന്നുള്ളത്. ഇന്നമാ ശഅനുഹു അൽ അമൽ. ഒരു മനുഷ്യൻ അള്ളാഹു വിധിച്ചത് ഇഅ്മലു, നിങ്ങൾ ചെയ്തോളി എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു പറഞ്ഞു. അത് അല്ലാഹുവിന്റെ ഇൽമിന്റെ പൂർണ്ണത. ഇതൊക്കെ പറഞ്ഞിട്ടും മനുഷ്യരെ ഇഅ്മലു, നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിദാലിക ലമ്മാ അഖ്ബറ അൻ-നബിയ്യു അസ്ഹാബഹു അന്നമാ മിൻഹും മിൻ അഹദിൻ ഇല്ലാ മക്തൂബുൻ മഖ്അദുഹു മിനൽ ജന്ന ഔ മഖ്അദുഹു മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോ അറബികൾ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളായ സഹാബികൾ, ഖുർആനിനെയും ഹദീസിനെയും അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുള്ള ഉത്തമരായ ആ തലമുറക്കാർ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്? അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽപ്പെട്ട യാതൊരു വ്യക്തിയുമില്ല, അവന്റെ ഇരിപ്പിടം എവിടെയാണ്, സ്വർഗത്തിലാണോ നരകത്തിലാണോ അവന്റെ നിത്യമായ വാസസ്ഥലം എന്നത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖാലു യാ റസൂലല്ലാഹ്, അവര് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അലാ നത്തക്കിരു അലാ കിതാബിനാ വനത്റുക്കുൽ അമൽ, അങ്ങനെയാണെങ്കിൽ ആ എഴുതി വെച്ചത് പ്രകാരം നടക്കുമല്ലോ, ഞങ്ങൾ ഇനി അമല് ചെയ്യേണ്ടതില്ലല്ലോ, അമലുപേക്ഷിച്ച് കാര്യങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി എഴുതിയതിൽ നടക്കട്ടെ എന്ന് ഇത്തിക്കാലി ചെയ്യാമോ? ഖാലല, ഇല്ല, പാടില്ല. ഇഅ്മലൂ, നിങ്ങൾ അമല് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, ഓരോരുത്തരും അവനവൻ ഏതൊന്നിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, നരകത്തിന് വേണ്ടിയാണെങ്കിൽ ആ നരകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതവൻ ചെയ്യും, ചെയ്തേ തീരൂ, ചെയ്തേ പറ്റൂ. അവന് അതിലേക്ക് മുന്നോട്ട് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അതിനുള്ള തൈസീറാണ് അവൻ കണ്ടെത്തുക. അതുപോലെ തന്നെ ആരാണോ സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ടത് അവൻ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവൻ ചെയ്യണം. പ്രവർത്തനങ്ങളില്ലാതെ സ്വർഗമില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ, സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ തൗഫീഖുകളും അതവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഖാല തആല ഇന്ന സഅയകും ലശത്താ, അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ളതാണ്. ഫഅമ്മാ മൻ അഅതാ, ആരാണോ നൽകുന്നത്,
അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത്, വത്തഖ അള്ളാനെ സൂക്ഷിക്കുന്നത്, വസദ്ദഖ ബിൽ ഹുസ്ന ഈ ഉത്തമമായ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നത്, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ അവന് നാം ഏറ്റവും എളുപ്പമായ സ്വർഗത്തിന്റെ വഴിയിലേക്ക് അവന് സൗകര്യം ചെയ്തു കൊടുക്കും, ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുക്കും. ഇതാണ് കാര്യം. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകി? ഇഖ്തിയാർ നൽകി, സ്വാതന്ത്ര്യം നൽകി. അവന്റെ മുന്നിൽ രണ്ട് വഴിയും കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ ഏത് തെരഞ്ഞെടുക്കുന്നു? അവൻ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. അങ്ങനെ ഇവൻ ഏതാണ് തെരഞ്ഞെടുക്കുക? ഈ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അത് ദുരുപയോഗം ചെയ്ത് തെറ്റിന്റെ മാർഗം തെരഞ്ഞെടുത്തുവോ, അല്ല ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മയുടെ മാർഗം തെരഞ്ഞെടുത്തുവോ? ഇത് അവന്റെ ഉത്തരവാദിത്തമാണ്. അവനതിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് അവനുണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹ്ക്കറിയാം. അത് അള്ളാഹുവിന്റെ ഇൽമിന്റെ പൂർണ്ണത എന്ന് മാത്രം. പക്ഷേ ജസാഅ് ബന്ധപ്പെട്ടിരിക്കുന്നത് അവന്റെ തെരഞ്ഞെടുപ്പും അവന്റെ പ്രവർത്തനങ്ങളുമാണ്. അവൻ നല്ലത് തെരഞ്ഞെടുത്താൽ നല്ലതിലേക്ക് എത്താനുള്ള മുഴുവൻ തൗഫീഖ് അള്ളാഹ് കൊടുക്കും. അവൻ ചീത്ത തെരഞ്ഞെടുത്താൽ നരകത്തിൽ പോയി കൂപ്പുകുത്താനുള്ള സൗകര്യങ്ങൾ അതും അള്ളാഹ് ഒരുക്കി കൊടുക്കും. അസ്സബബു മിനൽ അബ്ദി നഫ്സിഹി. അതുകൊണ്ട് ഒരാൾ സൗഭാഗ്യവാനാകുകയാണെങ്കിൽ ആ സൗഭാഗ്യത്തിനുള്ള കാരണം അത് അബ്ദിൽ നിന്ന്, മനുഷ്യനിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇമ്മ അൻ യസ്അദ് വ ഇമ്മ അൻ യഷ്ഖ. ഒന്നുകിൽ സൗഭാഗ്യവാനായിത്തീരും അല്ലെങ്കിൽ ദൗർഭാഗ്യവാനായിത്തീരും. വ അമ്മാ മൻ ബഖില വസ്തഗ്ന. എന്നാൽ യാതൊരാൾ പിശുക്ക് കാണിക്കുന്നുവോ, അയാൾ ധന്യത നടിക്കുന്നുവോ, വകല്ലബ ബിൽ ഹുസ്ന അള്ളാഹുവിനോടുള്ള ഇഫ്തിഖാർ, അള്ളാഹുവിനോടുള്ള അവന്റെ ഉബൂദിയത്ത് അതവൻ മറന്ന് അവൻ എനിക്ക് മതിയായവനാണ്, ഞാൻ ധന്യനാണ് എന്ന് തോന്നുകയും തന്റെ കൈവശമുള്ളതാർക്കും കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ, വകല്ലബ ബിൽ ഹുസ്ന ഈ ഉദാത്തമായ സന്ദേശത്തെ കളവാക്കിയാൽ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ പ്രയാസകരമായ കാര്യത്തിലേക്ക് അഥവാ നരകത്തിലേക്ക് അവന് നാം ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുക്കും. അവന്റെ വഴി അങ്ങനെയായിരിക്കും. കാര്യങ്ങൾ അത് തീരുമാനിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ്. അത് തീരുമാനിക്കാനുള്ള സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള കഴിവ് അള്ളാഹുവിന് കൊടുത്തതാണ്. ആ കഴിവനുസരിച്ച് അവൻ എന്ത് തെരഞ്ഞെടുക്കും? അത് തെരഞ്ഞെടുക്കുന്നതിൽ അള്ളാഹു അവനെ നിർബന്ധിക്കുന്നില്ല. അള്ളാഹു അവൻ തെരഞ്ഞെടുക്കുന്നതിൽ അവന് മുന്നോട്ട് പോകാൻ തൈസീറും തൗഫീഖും നൽകുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ്, ആകാശലോകങ്ങൾ പടക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ഏത് തെരഞ്ഞെടുക്കുള്ളൂ, ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ അവൻ ഏത് തെരഞ്ഞെടുക്കും എന്നുള്ളത് അത് അള്ളാഹുവിനറിയാം. അവന്റെ അസ്ലിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. അമ്മൽ ഇഹ്തിജാജു ബിൽ ഖളാഇ വൽ ഖദരി ഫലൈസ ബിഉസ്രിൻ. എന്നാൽ മനുഷ്യരിൽ ചില താർക്കികരായ ആളുകളുണ്ട്. അവര് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അള്ളാഹ് എനിക്ക് വിധിച്ചതല്ലേ, എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മആസി വദ്ദുനൂബ് വല്ലാസാം. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർ ആ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖദറിനെ തെളിവാക്കി ഉന്നയിക്കുന്നത് ഫഇന്നല്ലാഹ അസ്സ വജൽ ഖദ് ബയ്യന ലനൽ ഖൈറ വശർ ഫലൈസ ഹുനാക ഉസ്ർ. ഇല്ല, അതിൽ ഒരു ഉസ്റും ഒരു എക്സ്ക്യൂസും നമുക്കില്ല. കാരണം നന്മയേത് തിന്മയേത് എന്ന് അള്ളാഹു വിശദീകരിച്ചു തന്നു, രണ്ട് വഴിയും കാണിച്ചു തന്നു. രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി ബലപ്രയോഗം അല്ല നടത്തിയിട്ടില്ല. ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് നന്മ തെരഞ്ഞെടുക്കാനോ ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് തിന്മ തെരഞ്ഞെടുക്കാനോ അള്ളാഹു അവരെ നിർബന്ധം ചെലുത്തിയിട്ടില്ല. രണ്ടും നന്മയേത് തിന്മയേത് എന്ന് വിശദീകരിച്ചും കൊടുത്തിട്ടുണ്ട്. ഫന്നാസു യഖഊന ഫീ മശാകിൽ ബിസബബി ദുഖൂലിഹിം ഫീ അശ്യാ ലൈസത് മിൻ ഇഖ്തിസാസിഹിം ഫയഖൂലു ഇൻ കാന അല്ലാഹു ഖദ് കതബ ലി അൻ അദ്ഖുലൽ ജന്ന ദഖൽതുഹാ. ചിലപ്പോ മനുഷ്യർ ചില ബുദ്ധിപരമായ പ്രതിസന്ധിയിൽ അകപ്പെടും. അതിനുള്ള കാരണം അവന്റെ തെറ്റായ സമീപനം തന്നെയാണ്. അവൻ പറയും, അള്ളാഹ് എനിക്ക് സ്വർഗം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ തന്നെ കയറുമല്ലോ, ഞാൻ എന്തിനാ അമൽ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല, അമൽ കൊണ്ടേ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുള്ളൂ. എനിക്ക് നരകമാണ് എഴുതിയത് എങ്കിൽ ഞാൻ നരകത്തിൽ തന്നെ പ്രവേശിക്കുമല്ലോ, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് ശരിയല്ല. ഇയാളോട് മറിച്ചൊരു കാര്യം കൂടി നമുക്ക് ചോദിക്കാം. ഇതേ ന്യായം പറയുന്നവരോട് തിരിച്ചു ചോദിക്കാം, സ്വർഗം ആണോ നരകമാണോ എന്നത് എഴുതപ്പെട്ടു, അതുകൊണ്ട് സ്വർഗം എന്നാണ് എനിക്ക് എഴുതിയതെങ്കിൽ ഞാനതിലെത്തും, നരകമാണ് എഴുതിയെങ്കിൽ ഞാനതിൽ പോകേണ്ടിയും വരും, പിന്നെ ഞാൻ എന്തിനാ പണിയെടുക്കുന്നത് എന്ന് ചോദിക്കുന്ന വ്യക്തി
അയാൾ ഓരോ ദിവസവും എന്താണ് അയാൾക്ക് ഭക്ഷണം കിട്ടുക, എന്താണ് അയാൾ കഴിക്കുക എന്നുള്ളത് അള്ളാഹു കൃത്യമായി എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞ കാര്യമാണ്. അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതും അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയതുമാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് എനിക്ക് ഇന്ന ദിവസം ഇന്ന ഭക്ഷണം കിട്ടണമെന്ന് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിധി അതെനിക്ക് വന്നു ചേരുമല്ലോ. ഞാൻ എന്തിനാ പണിയെടുക്കുന്നത്? കസേരയിൽ കയ്യമ്മ വെച്ചിട്ട് വള്ളുമ്പ ചവിട്ടിയ ആളിങ്ങനെ ഇരിക്കട്ടെ, ശരിക്ക് ഇരിക്കും അയാള്? ഇല്ല. അവിടെ അയാൾ അമൽ ചെയ്യാൻ പോകും. ഫീമൽ അമൽ, എന്തിനാ അമൽ ചെയ്യണത്? അതന്നെ ഇവിടെ അത് തന്നെയാണ്. ദുനിയാവിന്റെ ചെറിയ കാര്യത്തിൽ അയാൾ അമൽ ചെയ്യുന്നത് ഏത് മാനദണ്ഡത്തിലാണോ അതേ മാനദണ്ഡത്തിൽ തന്നെ പരലോകത്തിന്റെ കാര്യത്തിലും അയാൾ അമൽ ചെയ്യണം. അള്ളാഹു രേഖപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രം അല്ല, ആ രേഖപ്പെടുത്തിയതിൽ അവന്റെ അമലും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവന്റെ ഇഖ്തിയാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവന്റെ അമല് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന് സ്വതന്ത്രമായ ചുമതല നൽകി അവന് അമാനത്തേൽപ്പിച്ചു. സ്വതന്ത്രമായ ചുമതല അതാണ്. ഇന്നാറുൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാലി ഫബൈന യഹ്മിൽഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹ അൽ ഇൻസാൻ ഇന്നഹു കാന വലൂമൻ ജഹൂല. ആ സ്വതന്ത്രമായ ചുമതല ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും കാണിച്ചു കൊടുത്തപ്പോൾ ഏൽക്കാൻ ഒരുക്കമില്ല. വഅഷ്ഫഖന മിൻഹാ, ആശങ്ക രേഖപ്പെടുത്തി ഒഴിഞ്ഞു മാറിയപ്പോൾ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തതാണ്. അങ്ങനെ ഏറ്റെടുത്ത മനുഷ്യൻ, അവനല്ലാഹു സ്വാതന്ത്ര്യമാണ് നൽകിയത്, അവനെ അല്ലാഹു നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്. ആ സ്വാതന്ത്ര്യപ്രകാരം അവൻ എങ്ങനെയാണ്, ഏത് വഴിയാണ് തെരഞ്ഞെടുക്കുക, അത് അവന്റേതാണ് തെരഞ്ഞെടുപ്പ്, അള്ളാഹുവിന്റേതല്ല. ആ തെരഞ്ഞെടുപ്പ് അവൻ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല വഴിയാണെങ്കിൽ നല്ല വഴിയെ മുന്നേറാനുള്ള തൈസീർ, തൗഫീഖ് അത് അള്ളാഹു കൊടുക്കുന്നു. ചീത്ത വഴിയാണെങ്കിലും ആ വഴി പോയി നശിക്കുവാൻ അള്ളാഹു അവന് വഴി എളുപ്പമാക്കി കൊടുക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് എനിക്ക് റിസ്ക്, എന്റെ റിസ്ക്കും കണക്കാക്കിയതാണ്. നാളെ ഇന്നതൊക്കെ എനിക്ക് എന്താണെങ്കിലും കിട്ടുന്നുള്ളത് നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അടുത്ത മാസം എനിക്ക് എന്തൊക്കെ കിട്ടുന്നുള്ളതുണ്ടല്ലോ. ഞാൻ എന്റെ ജോലി നിർത്തി പെരയിലിരിക്കുകയാണ് എന്നാരും പറയില്ല. ആ എഴുതിയത് അമലിലൂടെയാണ്. ആ എഴുതിയ കാര്യത്തിൽ, എഴുതിയ വിധിയിൽ നമ്മൾ എത്തിപ്പെടണം, അത് നമുക്ക് കിട്ടണമെന്നത് അള്ളാഹ് വിധിച്ചത് അമലിലൂടെ എത്തിപ്പെടണം എന്നാണ്. അഥവാ 20,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാള് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി 20,000 ശമ്പളം വാങ്ങുന്നത്, കഴിഞ്ഞ 30 ദിവസം അല്ലെങ്കിൽ 24 ദിവസം അയാൾ കഠിനാധ്വാനം ചെയ്ത് ആ അമലിലൂടെയാണ് ആ പൈസ വാങ്ങാനാണ് അള്ളാഹ് എഴുതി വെച്ചിട്ടുള്ളത്. വേറൊരാൾക്ക് അതല്ല. ചിലപ്പോൾ ഒരു കച്ചവടത്തിലൂടെ അദ്ദേഹം കച്ചവടത്തിന് പോകണം, വേറൊരാള് നാട് വിട്ടു പോകണം, വേറൊരാള് കടലിൽ മുങ്ങണം, വേറൊരാള് ഈർച്ചമില്ലിൽ മരയറ്റണം. ഇങ്ങനെയുള്ള പണിയിലൂടെ അത് നേടുക എന്നുള്ളതാണ്. എന്നതുപോലെ ഒരാൾക്ക് സ്വർഗമല്ല എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം എഴുതിയത് സ്വർഗസ്ഥരായ ആളുകൾ ചെയ്യേണ്ട അമലെന്താണോ ആ അമല് ചെയ്ത് അമലിലൂടെ നേടണമെന്നാണ് അള്ളാന്റെ എഴുത്ത്. അല്ലാതെ ഇച്ചിക്കാരല്ല. ഇത് സഹാബത്തിന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ആയത്തോതി മനസ്സിലാക്കി കൊടുത്തു. ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാമൻ ബഖില വസ്തഗ്നാ വകല്ലബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഇത് കേട്ടപ്പോ സഹാബത്ത് പറഞ്ഞ വാക്കതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി വളരെ ആവേശത്തോടു കൂടി അമല് ചെയ്യാണ്. ഇതാണ് മനുഷ്യന് ചെയ്യാനുള്ളത്. فيقال له أنت لا تقول بهذا في نفسك هل تقعد في البيت وتترك طلب الرزق وتقول إن كان الله قد كتب لي رزقا فسييسره لي. അള്ളാഹ് എനിക്ക് ഭക്ഷണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടുമല്ലോ, ഞാൻ പണിയെടുക്കാൻ പോണില്ല എന്ന് നീ പറയോ? ഇല്ല. അതേപോലെ തന്നെ അതല്ല, നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഠിനാധ്വാനം ചെയ്ത് നിന്റെ റിസ്ക് നീ തന്നെ തേടിപ്പിടിക്കുവോ? അൽബഹായും വസ്തുയൂർ ലാ തഖഉദു ഫീ ഔകാരിഹ. എന്തിനേറെ മൃഗങ്ങളെ നോക്കൂ നിങ്ങൾ. മനുഷ്യന്റേത് കുറച്ചും കൂടി ചിന്തിക്കുമ്പോൾ കോംപ്ലിക്കേഷൻ തോന്നും. അവന് ഭൂമി ഉഴുതണം, നെല്ല് വിതരണം, അതിനുശേഷം നാട് പറിക്കണം, പിന്നെ നടണം, പിന്നീട് അതിൽ നിന്നുണ്ടാക്കണം. ഈ പണിയൊന്നും എടുക്കാതെ നമ്മളുണ്ടാക്കിയ നെല്ലിൽ നിന്ന് കൊത്തിപ്പറിക്കുന്ന പക്ഷികളും അത് കഴിക്കുന്ന ഇവിടുത്തെ ബഹായിമുകൾ, കന്നുകാലികളും അവയുടെ കാര്യം നോക്കൂ. അവയുടെ കൂട്ടിൽ കിടന്നിട്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? ഇല്ല. കൂട്ടിലിരുന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് ആ കന്നുകാലികൾ മനസ്സിലാക്കുന്നില്ല, പക്ഷികൾ മനസ്സിലാക്കുന്നില്ല. അവ പോലും അവയുടെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് തേടിപ്പിടിക്കാൻ പുറത്തിറങ്ങാ ചെയ്യുന്നത്.
ബൽ തഖ്റുജു വതത്ലുബു റിസ്ഖ്, അവ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, കൂട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, അവയുടെ റിസ്ക് തേടുന്നു. വജാഅ ഫിൽ ഹദീസ് ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യുർസഖു അത്ത്-തയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന, അഖ്റജഹു മുസ്ലിം. നിങ്ങൾ അല്ലാഹുവിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കുക, ഹഖ്ക തവക്കുലിഹി പരമേൽപ്പിക്കേണ്ട ശരിയായ രൂപപ്രകാരം പരമേൽപ്പിക്കുക, എങ്കിൽ റസഖകും കമാ യുർസഖു അത്ത്-തയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്കും ഭക്ഷണം വരും. തഗ്ദു ഖിമാസൻ, അവ അവയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നാ പറഞ്ഞത്. ഈ ഹദീസ് മനസ്സിലാക്കുമ്പോ പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം അതാണ്. പക്ഷിയൊന്നും പണിയെടുക്കണില്ലല്ലോ, അതിന്റെ ഭക്ഷണം താനെ വരുന്നല്ലോ, അങ്ങനെ നമുക്കും കിട്ടും. ഇല്ല, പക്ഷി പണിയെടുത്തിട്ടാണ് പക്ഷിന്റെ ഭക്ഷണം അതിന് വരുന്നത്. എന്നാലും നമ്മൾ പണിയെടുത്തിട്ടാണ് നമ്മുടെ ഭക്ഷണം നമുക്ക് കിട്ടുക. നമ്മൾ പണിയെടുത്തിട്ടാണ് നമ്മുടെ ഭക്ഷണം ദുനിയാവിൽ കിട്ടുന്നത്. പരലോകത്ത് നമുക്കുള്ള നന്മയും നമ്മൾ പണിയെടുത്തിട്ട് തന്നെ കിട്ടുള്ളൂ. തഗ്ദു ഖിമാസൻ, പ്രഭാതത്തിൽ അതതിന്റെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ, പ്രഭാതം ഉദിക്കുമ്പോൾ ഭക്ഷണം വരും, ഭക്ഷണം വരും എന്ന് പറഞ്ഞിട്ട് പക്ഷി അവിടെ ഇരിക്കണില്ല. അത് രാവിലെ തന്നെ വീട് വിട്ടിട്ട് എവിടെയുള്ളത് എന്ന് നോക്കിയിട്ട് അത് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. വതറൂഹു ബിതാന, അങ്ങനെ അത് അധ്വാനിച്ചപ്പോൾ, അത് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായപ്പോൾ അതാണ് അതിന്റെ തവക്കുൽ, ശരിയായ തവക്കുൽ. അതുകൊണ്ട് അത് വയറ് നിറഞ്ഞ വയറുമായിട്ട് വൈകുന്നേരത്ത് അതിന് തിരിച്ചു വരാൻ സാധിച്ചു. വല്ലാഹു ഫത്തറഹ അലാ തലബിർ റിസ്ഖ്, ആ പക്ഷിയെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് തേടുന്ന ഒരു സ്വഭാവത്തിലാണ് അതിന്റെ പ്രകൃതം പോലും നിശ്ചയിച്ചത്. വഅലാ ഫിഅലിൽ അസ്ബാബ്, അതിന് ഭക്ഷണം കിട്ടാൻ ചില കാരണങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ ചെയ്യാനുള്ള പ്രേരണയിലാണ് അല്ലാഹു അതിനെ പടച്ചിട്ടുള്ളത്. വഹിയ ബഹായിം വഅൻത റജുലുൻ ആഖിൽ, ഇത് കന്നുകാലികളുടെയും പക്ഷികളുടെയും കാര്യം എങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യ നീ എങ്ങനെ ചെയ്യണം? ഇനി നിന്നിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് കുറച്ച് പൈസ കട്ടു, ഹൽ തഖൂലു ഹാദാ ഖളാ വഖദർ അം തസ്തകി, എന്റെ നോൻ കക്കണം എന്നുള്ളത് അള്ളാഹ് അനാദിയായ ഇൽമിൽ രേഖപ്പെടുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുണ്ടാതിരിക്കുവോ? അതല്ല, അയാൾക്കെതിരിൽ നിന്റെ വസ്തു മോഷ്ടിച്ചു കൊണ്ടുപോയ ആൾക്കെതിരിൽ നിയമപ്രകാരമുള്ള നടപടി എന്താണോ അതിന്റെ താങ്കൾ കംപ്ലൈന്റ് എഴുതി കൊടുക്കോ? അതല്ല, വലാ തഹ്തജു ബിൽ ഖളാഇ വൽ ഖദർ, അപ്പൊ അവിടെ ഖളാ ഖദർ അവിടെ എന്താണ്? അത് ആ ചെയ്ത ആള് കക്കുക എന്നുള്ള വിധിയിലുള്ളതാണെങ്കിലും ആ വസ്തു നമ്മൾ തിരിച്ചുപിടിക്കാനും അയാൾ ചെയ്യുന്ന ഈ തെറ്റിൽ നിന്ന് അയാളെ നിയന്ത്രിക്കാനും അതിന്റെ അസ്ബാബുകളുണ്ട്. ആ അസ്ബാബ് നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെ ദുന്യാവിന്റെ ഏത് കാര്യം വരുമ്പോഴും നമുക്ക് പൊട്ടത്തരമില്ല, ദുർന്യായങ്ങളില്ല, മുരട്ടുവാദങ്ങളില്ല. അതന്നെ പരലോകത്തിന്റെ കാര്യത്തിൽ അവിടെ പൊട്ടത്തരം കാട്ടണ്ട. അവിടെ ഇതേമാതിരി അതിന്റെ അസ്ബാബ് ചെയ്യണം. അസ്ബാബ് നമ്മൾ ചെയ്താൽ ശരിക്കും മുഖാബലയിലല്ല ജസാ എന്ന് പറയുന്നത് അള്ളാന്റെ ഫളലിലാണ്. മുഖാബലയിലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പണിയെടുത്തോ അതിന് തത്തുല്യമായിട്ട് പ്രതിഫലം തരിക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ പണിയെടുത്തു എങ്കിൽ പിന്നീട് ഇരട്ടിക്കിരട്ടിയായിട്ട് തരിക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളതും നൽകാനിരിക്കുന്നതുമായ പ്രതിഫലങ്ങൾ അതിനെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് ഒരിക്കലും യോഗ്യമായി തീരുന്നില്ല. പക്ഷെ എന്ത് മാത്രമാണ്? നമ്മുടേത് നാമമാത്രമാണ്. ആ നാമമാത്രമായത് നമ്മൾ ചെയ്താൽ പോലും അള്ളാഹു നമുക്ക് അവന്റെ ഔദാര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ അർത്ഥം. قال الله تعالى وأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. ഇവിടെ ഇതിന്റെ സബബ് പാരത്രിക ജീവിതത്തിൽ ഈ ദുനിയാവിലുള്ള കാര്യങ്ങളുടേത് നമ്മൾ ഉദാഹരണം പറഞ്ഞു. അതേപോലെ പാരത്രികമായ നമ്മുടെ ജീവിത വിജയവും ഇതേപോലെ അസ്ബാബുകളിൽ അള്ളാഹു ബന്ധിപ്പിച്ചിട്ടുണ്ട്, കാരണങ്ങളിൽ അള്ളാഹു ബന്ധിപ്പിച്ചിട്ടുണ്ട്. പാരത്രികമായ കാര്യങ്ങൾ നേടണമെങ്കിൽ അതിന് ചില പ്രത്യേകമായ അസ്ബാബുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ അസ്ബാബുകളിലൂടെയാണ് ആ കാര്യങ്ങൾ നേടുക. ഇതാണ് അള്ളാഹുവിന്റെ വിധി. വൽ അഅ്മാലു ബിൽ ഖവാതീം. തുടർന്നുകൊണ്ട് അബൂ ജഅഫർ അത്ത്വഹാവി റഹിമഹുല്ലാഹു തആല പറയുന്നു, അങ്ങനെ നമ്മൾ അമൽ ചെയ്യുമ്പോൾ ആ അമലിൽ പരിഗണിക്കപ്പെടുന്നത് ഏതാണ്? ആ അമലിൽ പരിഗണിക്കപ്പെടുന്ന അമൽ ഏതാണ്? വൽ അഅ്മാലു ബിൽ ഖവാതീം.
അമാലുകൾ പരിഗണിക്കപ്പെടുന്നത് അവയുടെ ഖവാത്തീമുകൾ, ഖാത്തിമത്ത് എന്നതിന്റെ ബഹുവചനമാണ് ഖവാത്തീം, അവയുടെ പര്യവസാനങ്ങൾ നോക്കിയിട്ടാണ്, അവയുടെ അവസാനത്തെ സ്ഥിതി നോക്കിയിട്ടാണ്. ഒരു മനുഷ്യൻ ആദ്യകാലത്ത് കുറെ അധികം നല്ല കാര്യങ്ങൾ ചെയ്തു, അയാളന്ന് നല്ല വിശ്വാസം ഉൾക്കൊണ്ടു, അമലുൻ സ്വാലിഹ് അദ്ദേഹം ധാരാളമായി ചെയ്തു, നല്ല നിലക്ക് ജീവിച്ചു. പക്ഷേ അവസാനം വരുമ്പോൾ അദ്ദേഹം മറിഞ്ഞുപോയി, അയാൾ ഈമാനിൽ നിന്ന് പുറത്തുപോയി, അയാൾ മുർത്തദ്ദായി കുഫറിലേക്ക് പോയി, സ്വാലിഹായ അമലുകൾ വിട്ടു മഅസിയത്തുകൾ ചെയ്യാൻ തുടങ്ങി. ഏതാണ് പരിഗണിക്കുക? അതുകൊണ്ട് തന്നെ അമലുകളാണ് പരലോകത്തിലും ദുനിയാവിലും അല്ലാഹ് നമുക്ക് കണക്കാക്കിയിട്ടുള്ള അവന്റെ ഖദർ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന അതിന്റെ അസ്ബാബുകൾ അമലുകളാണ്. ആ അമലുകളിൽ നിന്ന് പാരത്രിക ജീവിതത്തിലേക്ക് വേണ്ടതിൽ അല്ലാഹു പരിഗണിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒടുവിലത്തെ പ്രവർത്തനങ്ങളാണ് അല്ലാഹു പരിഗണിക്കുക. ഇത് ഒരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. വല്ല അഅ്മാലു ബിൽ ഖവാത്തീം എന്നുള്ളത് അത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിക്കുകയും അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രവർത്തനങ്ങളിൽ ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം, നല്ല അവസാനം, ഖാത്തിമത്ത് നന്നായി തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിന്റെ ഇബ്നു മസ്ഊദ്, ഇന്ന അഹദകും ലയുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മി, ഇന്ന അഹദകും നിശ്ചയമായും നിങ്ങളിൽ ഒരാൾ, ലയുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മി, അയാളുടെ സൃഷ്ടിപ്പ് അത് സ്വരൂപിക്കപ്പെടുന്നത്, പൂർണ്ണരൂപത്തിലുള്ള സൃഷ്ടിയായ അയാൾ രൂപാന്തരപ്പെടുന്നത് ഉമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ടാണ്. 40 യൗമൻ നുത്ഫത്തൻ, 40 ദിവസം നുത്ഫത്ത് എന്ന സ്റ്റേജിലാണ്. സുമ്മയക്കൂനു അലഖത്തൻ മിസ്ല ദാലിക്, പിന്നെ അത്രയും കാലം അലഖത്തായിരിക്കും. സുമ്മയക്കൂനു മുളുഖത്തൻ മിസ്ല ദാലിക്, അതേ പ്രകാരം അത്രയും കാലം അഥവാ 40 ദിവസം മുളുഖത്തായിരിക്കും. സുമ്മയുർസലു ഇലൈഹിൽ മലക്, പിന്നീട് ഒരു മലക്കിനെ അവനിലേക്ക് അയക്കപ്പെടും. ഫയൻഫുഖു ഫീഹി റൂഹ്, അങ്ങനെ മലക്ക് ആ മനുഷ്യനിൽ റൂഹിനെ ഊതും. വയുമറു ബിഅർബഇ കലിമാത്തിൻ, 4 വചനങ്ങൾ കൊണ്ട് ആ മലക്കിന് അല്ലാഹു കൽപ്പന നൽകും. ബികത്ബി റിസ്ഖിഹി, ബികത്ബി റിസ്ഖിഹി, റിസ്ഖ്, അവന്റെ റിസ്ഖ് എന്താണ് എന്ന് രേഖപ്പെടുത്താൻ എന്തെല്ലാം വിഭവങ്ങൾ, എന്തെല്ലാം റിസോഴ്സസുകൾ അവനുണ്ടായിരിക്കുമെന്നുള്ളത് രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നു. വഅജലിഹി, അവന്റെ ആയുസ് എത്രയാണ് എന്ന് രേഖപ്പെടുത്താൻ പറയുന്നു. വഅമലിഹി, അവന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എത്ര അവൻ പ്രവർത്തിക്കും, അതിൽ ഏത് നല്ല പ്രവർത്തനങ്ങളായിരിക്കും, എത്രത്തോളം അവൻ പ്രവർത്തിക്കും, ഏതൊക്കെ ചീത്ത പ്രവർത്തനങ്ങളായിരിക്കും, അതിൽ ഏതുകൊണ്ട് തുടങ്ങും, ഏതുകൊണ്ട് അവസാനിക്കും, ഇതൊക്കെ അല്ലാഹു രേഖപ്പെടുത്തും. അതുപോലെ തന്നെ അവൻ ശഖിയാണോ സഈദാണോ ഇത് നേരത്തെ രേഖപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലൗഹിൽ മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും മഖാദീറുകൾ രേഖപ്പെടുത്തി. ഖലമിനെ സൃഷ്ടിച്ച ആ സന്ദർഭത്തിൽ ഖലമിനോട് പറഞ്ഞു ഉക്തുബ്, എഴുതൂ, രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞപ്പോൾ മാ അക്തുബ്, എന്താണ് എഴുതേണ്ടത്? കുല്ലു മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന എല്ലാം എഴുതണമെന്നാണ് പറഞ്ഞത്. അതിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ആ രേഖപ്പെടുത്തിയതിൽ നിന്ന് ഇയാൾക്ക് അല്ലാഹു നൽകിയ സ്വതന്ത്രമായ ഉത്തരവാദിത്വവും ചുമതലയും അനുസരിച്ച് അദ്ദേഹത്തിന് നൽകിയ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അയാൾ എന്ത് തെരഞ്ഞെടുക്കുന്നു, ആ മാർഗത്തിൽ എത്ര അയാൾ പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ചിട്ട് അവസാനം അയാളുടെ പ്രവർത്തനം എന്തിൽ ചെന്നവസാനിക്കുന്നു, എല്ലാം അത് അല്ലാഹു മുൻകൂട്ടി അറിയുന്നവനാണ്. ഇതവൻ ചെയ്യുന്നത് അല്ലാഹു അറിയുന്നു. അല്ലാഹുവിന്റെ അറിവ് പരിപൂർണമാണ്, ആ അറിവ് രേഖപ്പെടുത്തിയതുമാണ്. അതിന്റെ വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അള്ളാന്റെ അറിവ് അപൂർണമാണ്, അത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇല്ല, ഒരിക്കലും തെറ്റില്ല, അപൂർണമല്ല, അത് പൂർണ്ണമാണ്, ഒരിക്കലും തെറ്റാത്തതാണ്. അതിൽ നടക്കുന്ന അതേ രൂപത്തിലെ കാര്യങ്ങൾ നടക്കൂ. അതിൽ നിന്ന് പിന്നീട് ഈ മനുഷ്യന്റെ ഉമുരിയായിട്ടുള്ള അവന്റെ ആയുസ്സിൽ എന്തെല്ലാം നടക്കുമെന്നുള്ള തഖ്ദീർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യ കുഞ്ഞിൽ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നു. വഇന്ന അഹദകും, നിശ്ചയമായും അമലുകൾ ഈ മനുഷ്യന്റെ വിധിയിൽപ്പെട്ടത് തന്നെയാണ് അവന്റെ അമലുകൾ. അവൻ ഏതു തെരഞ്ഞെടുക്കും, ആ തെരഞ്ഞെടുത്ത വഴിയിൽ അവൻ എത്രത്തോളം പ്രവർത്തിക്കും, അവൻ പ്രവർത്തിക്കുന്നതിൽ ഏതുകൊണ്ട് തുടങ്ങും, അവൻ പ്രവർത്തിച്ച് അവസാനിച്ച് നല്ലതിൽ അവസാനിപ്പിക്കുമോ ചീത്തയിൽ അവസാനിപ്പിക്കുമോ, ഇതെല്ലാം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതാണ് പരിഗണിക്കുന്നത്? പരിഗണിക്കുന്ന പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനങ്ങളാണ്. അതിനാണ് കൂടുതൽ വില കൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം വിശദീകരിച്ചു. വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങളിൽപ്പെട്ട ഒരാൾ അമല് ചെയ്തുകൊണ്ടേയിരിക്കും. അത് സ്വർഗസ്ഥരായ ആളുകൾ ചെയ്യുന്ന അതേ അമല്, സ്വർഗത്തിൽ പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അങ്ങനെ അയാൾക്കും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അത്രത്തോളം അമലുമായി മുന്നേറി സ്വർഗത്തിലേക്ക് എത്താനാകുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനാദിയിൽ അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതും അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയതുമായ ആ രേഖപ്പെടുത്തൽ എന്താണോ അതുപ്രകാരം കാര്യങ്ങൾ പിന്നീട് അവിടെ തെളിഞ്ഞു വരുന്നു. അത് മുൻകടക്കുന്നു. അങ്ങനെ ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, ആ വ്യക്തി തന്നെ അതാ പെട്ടെന്ന് അയാളുടെ തീരുമാനങ്ങൾ മാറ്റുന്നു. അയാളതാ നരകസ്ഥരായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഫയദ്ഖുലുഹാ, അങ്ങനെ അയാൾ നരകത്തിൽ പോകുന്നു. ഒരായുസ്സുകാലം മുഴുവനും അയാൾ അധ്വാനിച്ചത് സ്വർഗസ്ഥരായ ആളുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷെ അതിനല്ല പരിഗണന അവസാനത്തിൽ അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഈ ഹദീസ് ഒന്നുകൂടി വിശദീകരിച്ചു. അയാൾ സ്വർഗസ്ഥരായ ആളുകളുടെ പ്രവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫീമാ യബ്ദു ലിന്നാസ്, പുറമെ മനുഷ്യരെ നോക്കിക്കാണുമ്പോൾ ജനങ്ങൾക്ക് അയാൾ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ അങ്ങനെയാണ്. അയാളുടെ നിജസ്ഥിതി അത് അള്ളാഹുവിനെ അറിയൂ. അതുകൊണ്ടാണ് അയാളുടെ ഉള്ളു ശരിയില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹ്ക്കത് അറിയുന്നത് കൊണ്ടാണ്, അവന്റെ അറിവിന്റെ പൂർണ്ണത കൊണ്ടാണ്, അവന്റെ അറിവിന്റെ ആ കാലങ്ങളെ അതിജയിക്കുന്ന കാലങ്ങൾ ഒരിക്കലും വിജയമല്ലാത്ത ആ അറിവ് കൊണ്ടാണ്, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന ആ അറിവ് കൊണ്ടാണ് അവനിൽ ഈ തകരാറുണ്ട് എന്നതിനാൽ അവൻ ഇത്തരമൊരവസ്ഥാവിശേഷത്തിലേക്ക് പോകുമെന്നത് അള്ളാഹു അറിയുന്നത്. അതുകൊണ്ട് അള്ളാഹു രേഖപ്പെടുത്തുന്നത്, ആ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖപ്പെടുത്തൽ ഇവിടെ തെളിഞ്ഞു വന്നു, അത് മുന്നിലേക്ക് വന്നു. അങ്ങനെ അവൻ നരകസ്ഥരായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഫയദ്ഖുലുഹാ, നരകത്തിൽ പ്രവേശിക്കുന്നു. വഇന്ന അഹദകും, എന്നാൽ നിങ്ങളിൽ ഒരാൾ ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, നരകത്തിൽ പോകുന്ന ആളുകൾ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ ചെയ്യും. അമാദുലിന്നാസ്, നമുക്ക് പുറമെ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് അങ്ങനെയാണ് തോന്നുക. പക്ഷെ അദ്ദേഹത്തിന്റെ ഖയാബത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ വിശുദ്ധി, അയാൾ യഥാർത്ഥത്തിൽ നന്മയെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആർക്കറിയാം? അത് അല്ലാഹുവിനെ അറിയൂ, നമുക്കറിയില്ല. അയാളുണ്ടാകുന്നതിന് മുമ്പ് അയാളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആ പൂർണ്ണമായ അറിവിന്റെ ഉടമസ്ഥനായ അല്ലാഹ് അവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ആ കാര്യം. അതനുസരിച്ച് പിന്നീട് അയാൾ നരകസ്ഥരായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം പോലുള്ള പ്രവർത്തനമായി ഇട്ടാണ് പോയത് എങ്കിലും അയാൾ നല്ലവനാണ് എന്നതിനാൽ അയാൾ സ്വർഗത്തിന്റെ ആളാകുമെന്നത് അള്ളാഹുവിനറിയാം. അതാണ് അള്ളാഹുവിന്റെ അറിവ്, അതാണ് ഇൽമിൽ രേഖപ്പെടുത്തിയത്. ആ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ രേഖപ്പെടുത്തൽ അതതിന്റെ സ്ഥാനത്ത് വരുമ്പോൾ അത് തെളിയുന്നു, അത് മുന്നോട്ട് കിടക്കുന്നു. അതോടുകൂടിയിട്ട് അയാൾ നരകത്തിലേക്ക് ഒരു ചാൻ മാത്രം നിൽക്കുമ്പോൾ ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗസ്ഥരായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. ഫയദ്ഖുലുഹാ, അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹ് അടിസ്ഥാനമാക്കുന്നത് ഇതാണ്. അള്ളാഹ് സബബിലൂടെയാണ് മുസബ്ബബാത്തുകൾ, ചില കാരണങ്ങളിലൂടെയാണ് അള്ളാഹു ചില കാര്യങ്ങൾ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. പരലോകത്തിലൊരു മനുഷ്യന് സൗഭാഗ്യം അള്ളാഹു കൊടുക്കുന്നതിന് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള കാരണം അവന്റെ അഅ്മാലുകൾ തന്നെയാണ്. അവന്റെ ഖൽബിയും അവന്റെ ജസദിയുമായ അഅ്മാലുകളാണ്. ആ അഅ്മാലുകൾ ഒരുപക്ഷെ പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തെറ്റിയെന്ന് തോന്നാം, അല്ലെങ്കിൽ പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ശരിയെന്ന് തോന്നാം. അതിന്റെ നിജസ്ഥിതി എന്ത് എന്നത് ഉള്ളറിയുന്ന അള്ളാഹുവിനെ അറിയൂ. അങ്ങനെ ഈ ശരിയായ കാരണം, ഇയാൾ ഉൾക്കൊണ്ട കാരണം എന്താണോ ആ കാരണപ്രകാരമുള്ളത് അള്ളാഹുവിന് നേരത്തെ അറിയാം. ആ നേരത്തറിയുന്നത് നേരത്തെ രേഖപ്പെടുത്തി, ആ രേഖപ്പെടുത്തിയത് അതിന്റെ സന്ദർഭങ്ങളിൽ തെളിഞ്ഞു വരും. അത് പുലരും, അത് പുലരാതിരിക്കില്ല. അതിൽ അന്യായമില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ് ഫൽഇൻസാൻ യഖാഫു മിൻ സൂഇൽ ഖാത്തിമ. അതുകൊണ്ടൊരു മനുഷ്യൻ ഭയപ്പെട്ടുകൊള്ളട്ടെ സൂഇൽ ഖാത്തിമ, തന്റെ പര്യവസാനം ദുഷിച്ചു പോകുന്നത്. വലാ യഹ്കുമു അലാ അഹദിൻ ബിസൂഇൽ ഖാത്തിമ, ഒരാളും മോശമായ നിലക്ക് അവസാനം മോശമായ നിലക്ക് പോകുന്നതിന് വേണ്ടി അയാൾ അങ്ങനെ ആ നിലക്കുള്ള ഒരു ഹുക്മ പറയുകയും ചെയ്യരുത്. ലിഅന്നഹു ലാ യദ്രി ബിമാ യുഖ്തമു ലഹു,
ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് മനുഷ്യന്റെ ഉള്ളാണ്. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഏതവസ്ഥയിലാണ് അയാൾ ഈ ദുനിയാവിൽ നിന്ന് വിരമിക്കുക, നല്ല അവസ്ഥയിലാണോ ചീത്തയായ അവസ്ഥയിലാണോ. ഇനി അല്പം മോശമാണ് എന്ന് നമുക്ക് തോന്നുന്ന ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ അയാളുടെ ഉള്ളെന്താണ് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇത് ഫീമാ യബ്ദുൽ ഇന്നാസ്, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ താനും. നമ്മളിവിടെ ബാഹ്യമായ കാര്യങ്ങൾ നോക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഫത്തൗബതു തജുബ്ബു മാ ഖബലഹാ ഖുൽ ലില്ലദീന കഫറൂ ഇൻ യൻതഹൂ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. മാത്രമല്ല തൗബ അതിന്റെ മുമ്പുള്ള എല്ലാ കാര്യങ്ങളെയും മുറിച്ചും കളയും. ചില സന്ദർഭങ്ങളിൽ അതാണ് ഒരു തൗബ, അതൊരു അമലാണ്. തൗബ എന്നുള്ളതൊരു അമലാണ്. ആ ഒരു അമല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ജീവിതത്തിലെ 50 വർഷം 55 വർഷം അയാൾ ചെയ്ത മുഴുവൻ തെറ്റുകളും ആ തൗബയിലൂടെ കഴുകി തുടക്കാൻ സാധിക്കും. പിന്നെ 1 വർഷം 1.5 വർഷം പിന്നെ അയാൾക്ക് ആയുസ്സുണ്ടാകുള്ളൂ. ആ വർഷത്തിന് പ്രവർത്തനങ്ങൾ കൊണ്ട് അയാൾ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് അതിന്റെ അവസ്ഥ. അതുകൊണ്ട് ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി തേടുകയാണ് ചെയ്യേണ്ടത്. ഫൽ അഅമാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനത്തെ ഘട്ടം നോക്കിയിട്ടാണ്, അവയുടെ പര്യവസാനങ്ങൾ നോക്കിയിട്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. വലാകിൻ മിൻ ലുത്ഫില്ലാഹി അസ്സ വജൽ ബിഇബാദിഹി അന്ന മൻ ആശ അലൽ ഖൈർ ഫഇന്നഹു യുക്തബു ലഹു ബിൽ ഖൈർ. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം, നിജസ്ഥിതിയിൽ യഥാർത്ഥമായ അവസ്ഥയിൽ ഒരാൾ നല്ല നിരക്കാണ് ജീവിച്ചതെങ്കിൽ അയാൾക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് അല്ലാഹു കൊടുക്കും, കൊടുക്കാതിരിക്കില്ല. വമൻ ആശ അല ശർ, മറിച്ച് ഒരാൾ നിജസ്ഥിതിയിൽ പുറമെ ബാക്കിയുള്ളവരൊക്കെ കാണിക്കുമ്പോൾ നല്ല വേഷം, നല്ല വാക്ക്, നല്ല ഇസ്ലാമീയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചില പ്രത്യേക വേഷം രൂപമൊക്കെ കണ്ടിട്ട് നല്ല ഇസ്ലാമീയത്ത്. പക്ഷെ അതല്ല, അതിലൊക്കെ ഉപരിയായി അയാളുടെ ഉള്ളിലിരിക്കുന്ന കിബിർ എന്താന്ന് അല്ലാഹ്ക്കേ അറിയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ യുഖ്തമു ലഹു ബിശ്ശർ, അയാളെ അല്ലാഹു ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പുറത്തെ കള്ളിക്കിടൂല. അയാൾക്ക് ഷർറ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു മനുഷ്യനോട് അന്യായം ചെയ്യില്ല. ഫലിൻസാനു യഅമലുൽ അസ്ബാബ് വയുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. നമുക്ക് ബാധ്യതപ്പെട്ടത് അല്ലാഹു നന്മക്ക് വേണ്ടി പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണോ ആ കാരണങ്ങൾ ചെയ്ത് നന്മ നേടുക. തിന്മയുടെ കാരണങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് ആ കാര്യങ്ങൾ ഉപേക്ഷിച്ച് തിന്മയിൽ നിന്ന് മാറിക്കുക. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം കരുതുക. അല്ലാതെ നന്മ ഉദ്ദേശിച്ച ഒരാളെ അള്ളാഹു ബലം പ്രയോഗിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോകുമെന്നോ, തിന്മ ഉദ്ദേശിച്ച ഒരാളെ അത് ഏതെങ്കിലും രൂപത്തിൽ ഒരു ലക്കടിച്ചിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് നല്ല വഴിയിലേക്ക് അള്ളാഹു തട്ടിത്തെറിപ്പിക്കുമെന്നോ അങ്ങനെ ഒരിക്കലും കരുതരുത്. അള്ളാഹു ഒരാളോടും അന്യായം കാണിക്കില്ല. അള്ളാഹുവിന്റെ നീതി, അള്ളാഹുവിന്റെ അദിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൻസാഫ് അത് നിരവധി ആയത്തുകളിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതാണ് 2 വിഷയങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. വസ്സഈദ് മൻ സഇദ ബിഖളാഇല്ലാഹ്, വസ്സഈദു മൻ സഇദ ബിഖളാഇല്ലാഹ്. അതുകൊണ്ട് സൗഭാഗ്യവാൻ എന്നുള്ളത് ആരെ സൗഭാഗ്യവാനാകുള്ളൂ? നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കാണുന്ന കാഴ്ചപ്രകാരം ഒരാൾ സഈദ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഖളാ പ്രകാരം, വിധി പ്രകാരം ആരാണോ സൗഭാഗ്യവാൻ അവൻ മാത്രമേ സൗഭാഗ്യവാനാവുകയുള്ളൂ. കാരണം അവന്റെ എല്ലാം അറിയുന്നത് അള്ളാഹുവാണ്. അത് അവൻ ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹ് രേഖപ്പെടുത്തി കഴിഞ്ഞതുമാണ്. അതിനും എത്രയോ മുമ്പ് അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിൽ ഉള്ളതായ കാര്യവുമാണ്. എനിക്ക് എന്നെക്കുറിച്ചറിയാവുന്നതിന് പരിധിയുണ്ട്. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ചറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നത്, സൂക്ഷ്മമായി അറിയുന്നത്, പൂർണ്ണമായി അറിയുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് മറ്റൊരു സഹാബിയുടെ ചരിത്രവും ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. ആ സഹാബി യുദ്ധത്തിൽ ഘോരമായി പോരാടിക്കൊണ്ടിരുന്നു. എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ ആ വീരശൂര പരാക്രമണം കണ്ടിട്ട് അദ്ദേഹത്തെ പുകഴ്ത്താൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അറിയിച്ചു കൊടുത്ത വഹീ പ്രകാരം പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ. എത്ര ധീരമായി യുദ്ധം ചെയ്തിട്ടെന്താ, അയാൾ നരകത്തിലേക്കുള്ളവനാണ്. അള്ളാഹ് സ്വർഗം പഠിച്ചു, സ്വർഗത്തിന്റെ ചില ആളുകളെ പഠിച്ചു. നരകം പഠിച്ചു, നരകത്തിന്റെ കുറച്ച് ആൾക്കാരെയും പഠിച്ചു. ഇവൻ നരകത്തിനുള്ളവനാണ്. സ്വഹാബത്തിന് വല്ലാതെ വിഷമായി. അവരിൽപ്പെട്ട ചില ആളുകൾ ഇദ്ദേഹത്തെ അറിയാതെ നിഴല് പോലെ പിന്തുടരാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴതാ അദ്ദേഹത്തിനൊരു മുറിവ് പറ്റുന്നു. ആ മുറിവ് പറ്റുമ്പോൾ അത് അദ്ദേഹത്തിന് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ആ തീരുമാനത്തിൽ, അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്ന മുസീബത്തിൽ അദ്ദേഹം വജ്ര കാണിക്കുന്നു, അങ്ങേയറ്റത്തെ മുഷിപ്പും വിഷമവും കാണിക്കുന്നു, അസഹ്യത കാണിക്കുന്നു. അവസാനം അദ്ദേഹം
ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നു. അപ്പോഴ് ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അങ്ങ് അള്ളാന്റെ റസൂൽ തന്നെയാണ്, വഹി വരുന്ന നബിയാണ് എന്ന് ഞങ്ങളിതാ സത്യപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ ഫീമാ യബ്ദുൽ ഇന്നാസ് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയിൽ വളരെ നല്ല നിലക്ക് നടക്കുന്ന ഒരാളെ നമ്മൾ കണ്ടാലും ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമൻ ഇത്തഖാ, നമുക്ക് അയാൾ ഏറ്റവും നല്ല അവസ്ഥയിൽ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ അയാൾ സ്വർഗത്തിന്റെ ആളാണ് ആകും എന്നൊന്നും തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല. അത് അള്ളാന്റെ അടുക്കലുള്ള കാര്യമാണ്. കാരണം ഇയാളുടെ മനസ്സിലിരിപ്പ് എന്ത് എന്നുള്ളത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് അയാളുടെ നിജസ്ഥിതി അനുസരിച്ച് അയാളോട് അനീതി കാണിച്ച് നല്ലൊരാളെ പിടിച്ചിട്ട് നരകത്തിലേക്കും അല്ലെങ്കിൽ ചീത്തൊരാളെ പിടിച്ചിട്ട് ഒരു ഭാഗ്യക്കുറി കൊടുക്കണ മാതിരി ഇങ്ങോട്ട് സ്വർഗത്തിലേക്കും കൊടുക്കുന്ന പരിപാടിയില്ല. അള്ളാഹ് തീർത്തും നീതിമാനാണ്. അതുകൊണ്ട് അമലുകളാണ് നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കാനുള്ള സബബുകളായി അള്ളാഹ് വെച്ചിട്ടുള്ളത്. ആ സബബുകളിലേക്ക് നമ്മൾ തിരിയണം, നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മുതിരണം. എങ്കിൽ ആ വഴിയെ മുന്നേറുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകും. നമ്മുടെ ഉള്ളിലുള്ള നന്മക്കനുസരിച്ച് അള്ളാഹു നമുക്ക് അത് ഹുസ്നുൽ ഖാത്തിമത്ത് നൽകും. ഉള്ളു മോശാണെങ്കിൽ ഒരാൾ പുറമെ ജനങ്ങൾ കാണുന്ന നന്മ എത്ര ചെയ്താലും അയാൾക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാവില്ല. ഉള്ളു നല്ലൊരാളാണെങ്കിൽ സ്വാഭാവികമായും നല്ല ഒരാളെ അള്ളാഹു നന്മയിലാണ് അവസാനിപ്പിക്കുക, മോശപ്പെട്ട ഒരാളെ അള്ളാഹു മോശത്തിലാണ് അവസാനിപ്പിക്കുക. ഇങ്ങനെ അമൽ ചെയ്യുകയും അള്ളാഹിനെ കുറിച്ച് ഹുസ്നുൽ ദന്ന് പുലർത്തുകയും ചെയ്യുക. അള്ളാഹു അവൻ വിധിച്ചത് അത് പരിപൂർണമാണ്, അത് അബദ്ധമില്ലാത്തതാണ്, അത് തെറ്റില്ലാത്തതാണ്, അത് അനീതിയില്ലാത്തതാണ്, അത് തീർത്തും ന്യായമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വസ്തഈദ് മൻ അള്ളാഹുവിന്റെ ഖളാഉ പ്രകാരം സൗഭാഗ്യവാനായിട്ടുള്ളവൻ അവനാണ് സൗഭാഗ്യവാൻ. വശഖിയ്യുമൻ ശഖിയ ബിഖളാഇല്ലാ, അതുപോലെ തന്നെ ദൗർഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിപ്രകാരം ദൗർഭാഗ്യവാനായിട്ടുള്ളവൻ അവനുമാണ്. അള്ളാഹുവാണ് അത് പൂർണ്ണമായി അറിയുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഇതുവരെ കേട്ടതനുസരിച്ച് എല്ലാം ഏതൊരാൾക്കും അത് മനസ്സിലാകാവുന്ന ലളിതമായ രൂപത്തിലാണ് ഷെയ്ഖ് ഫൗസാൻ ഈ കാര്യങ്ങൾ സഹാവിയക്ക് ശർഹ് കൊടുത്തിട്ടുള്ളത്. കാരണം അതിന്റെ ശരിയായ ദിശയിൽ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് അദ്ദേഹം ശരിയായ ദിശയിൽ അത് പറഞ്ഞു തന്നതുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ഈ ദിശ മാറി വേറൊരു ദിശയിൽ ഇങ്ങോട്ട് ചിന്തിച്ച് ബുദ്ധിപരമായ പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനത്തെ വല്ല പ്രതിസന്ധിയിലും ഒരാൾ അകപ്പെടുകയാണെങ്കിൽ ഇത് സിറുല്ലാഹിൽ മക്തൂം, അള്ളാന്റെ സിറാണ്, അതുകൊണ്ട് ആമന്തു ബില്ലാ എന്ന് ചോദിക്കുകയും ഈ കാര്യം ഫകിലൂഹു ഇലാ ആലിമിഹി അറിയുന്നവരിലേക്ക് ഏൽപ്പിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അഥവാ ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ സിറ് എന്ന് പറഞ്ഞ ഈ വിഷയം മുഴുവനും എനിക്ക് കിട്ടണം എന്നൊരു മനുഷ്യൻ കരുതരുത്. മനുഷ്യന്റെ ബുദ്ധി, ആ ബുദ്ധിയുടെ പരിമിതിയെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഒരു ദർസ് ഒന്നോ രണ്ടോ ദർസിലേ അത് പൂർണ്ണമാവുകയുള്ളൂ. കാരണം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി സാമാന്യം നല്ലൊരു വിശദീകരണമാണ്. അദ്ദേഹത്തിന്റെ കിതാബിന് ശർഹ് എഴുതിയിട്ടുള്ള ഈ അഖീദക്ക് ശർഹ് എഴുതിയിട്ടുള്ള ശാരിഹ്യങ്ങളും ഖദറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിശദീകരണം ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അസല്ലാഹു തബാറക വതആല അൻ യജ്അലനാ ഫീ മനാസിൽ ഇബാദിഹിൽ അത്ഖിയാ ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ് വബിൽ ഇജാബത്തി ജദീർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد.